ഹലോ, നമ്മുടെ പല ആളുകളുടെയും ഡ്രീമാണ് IIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി എഡ്യൂക്കേഷൻ, സയൻസ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ IIT-കളാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന NIRF റാങ്കിംഗ് പ്രകാരം പോലും IIT മദ്രാസ് ആണ് ഇന്ത്യയിലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് IIT മദ്രാസ് ആണ്. പിന്നെ ഒരുപാട് ഗുണങ്ങൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് ലഭിക്കുന്ന പ്ലേസ്മെന്റ്സ്. നിങ്ങൾക്ക് ഒരു 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5 വർഷത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് നല്ലൊരു ജോലി ഉറപ്പാണ്. ഒരുപാട് സാധ്യതകൾ, ഇനി സിവിൽ സർവീസ് എക്സാമിന് പോകണമെങ്കിൽ, ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകണമെങ്കിൽ എന്തിനുള്ള സാധ്യതകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് IITs എന്നുള്ളത് നമുക്ക് അറിയാം. IIT പഠിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും കീ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഞാൻ IIT-യിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് കൂടുതലും മലയാളികളായിരിക്കും അല്ലെങ്കിൽ തമിഴന്മാരായിരിക്കും IIT മദ്രാസിൽ ഉണ്ടാവുക. കാരണം മദ്രാസ് എന്നുള്ളത് കേരളത്തിന്റെ അടുത്തുള്ള ഒരു പ്രദേശമാണ്, തമിഴ്നാട് സംസ്ഥാനത്തിലാണുള്ളത്. അപ്പൊ അവിടങ്ങളിലുള്ള ആളുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ പിന്നീട് അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ കൂടുതൽ തെലുങ്കന്മാരാണ്. അപ്പോൾ അതിനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ അവർ വളരെ നേരത്തെ തന്നെ ഈ ഒരു IITs-ന് വേണ്ടിയിട്ടുള്ള JEE എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ കാര്യം ശരിയാണ്. കഴിഞ്ഞ വർഷം പോലും വെറും 181 ആളുകൾ മാത്രമാണ് കേരളത്തിൽ നിന്ന് IIT റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. നേരെ മറിച്ച് അത് ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാനയിൽ നിന്ന് 3000+ ആണ്. രാജസ്ഥാനിൽ നിന്ന് 2000+ ആണ്. കോട്ട എന്ന് പറഞ്ഞ സംഭവം, അവിടുത്തെ സ്ഥലം, അവിടെ നടത്തുന്ന കോച്ചിങ് നമുക്കറിയാം. സോ വാട്ട്സ് എ കീ ഡിഫറൻസ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ വളരെ ലേറ്റ് ആയിട്ട് ഇതിനെ കുറിച്ച് ആലോചിച്ച് ഓർക്കും. നമ്മുടെ ഒരു കരിയർ പാത്വേ ജനറലി എന്താണ്, നമ്മളൊരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് 11th 12th ചിലപ്പോൾ ട്യൂഷന് പോകും, ചിലപ്പോൾ പോവില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുക. നമ്മൾ IIT-യിൽ എത്തണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് തുടങ്ങുക. നേരെ മറിച്ച് അപ്പുറത്ത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അവർ പ്രൈമറി എഡ്യൂക്കേഷനിലൊക്കെ വളരെ പിന്നിലാണെങ്കിലും അവർക്ക് നമ്മുടെ SSLC A+ ഒന്നും ഇല്ല, +2 A+ ഇല്ല, അല്ലെങ്കിൽ അത്ര വിജയ ശതമാനം ഇല്ല. പക്ഷെ അവരൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ആകുമ്പോൾ ഇത്തരത്തിലുള്ള ഗോൾസ് സെറ്റ് ചെയ്ത് മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിച്ചു തുടങ്ങും. സ്വാഭാവികമായിട്ട് ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, അല്ലെ? 90 കിട്ടിയാൽ ഇവിടെ A+ ആണ്, 91 A+, 100 A+. അവിടെ പോയിട്ട് JEE-ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും 90% ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒരു മാർക്ക് കൂടുതലുള്ള ആൾക്ക് ഏറ്റവും ബെറ്റർ കോളേജ് അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ കിട്ടും. ഇതാണ് ഒരു JEE അഡ്മിഷന് സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു NIT അഡ്മിഷനോ IIT അഡ്മിഷനോ സംഭവിക്കുക. അപ്പൊ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് വാങ്ങുന്ന ആളുകൾക്കാണ് അവിടെ സ്വാഭാവികമായിട്ട് അഡ്മിഷൻ കിട്ടുക. ഇനി ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾസ് നടക്കുന്ന എക്സാമിൽ എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അവിടെ ഓരോ ഒറ്റ ദിവസം തന്നെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും നമ്മൾ എഴുതേണ്ടി വരും. സ്കൂളിലാണെങ്കിൽ ഓരോ എക്സാം തമ്മിൽ 2-3 ദിവസത്തെ ഇടവേള വിട്ടാണ് ബോർഡ് എക്സാംസ് ഉണ്ടാവുക, അല്ലെ? ഇപ്പൊ ഇങ്ങനെ എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള 2 എക്സാംസ്. നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ബോർഡ് എക്സാംസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ എപ്പോഴുള്ള ഫോക്കസ് അതാണ്. എന്നാൽ നേരെ മറിച്ച് മറ്റ് സ്റ്റേറ്റിലുള്ള കുട്ടികൾ അവർ കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രാധാന്യം നൽകുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല ബുദ്ധിശേഷിയും നല്ല IQ-വും നല്ല ഒരു എന്താ പറയുക കഴിവൊക്കെ ഉണ്ടെങ്കിൽ പോലും കൃത്യമായ പരിശീലനം ഇല്ലാത്തത് മൂലം, അതിന്റെ അഭാവം മൂലം നമുക്ക് IIT-കളിൽ അഡ്മിഷൻ കിട്ടാതെ വരുന്നു. അപ്പൊ നമ്മൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളത് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. കാരണം IIT പഠിക്കുന്ന സമയം മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ മാക്സിമം ഇത്തരം സ്ഥലങ്ങളിലോട്ട് പുഷ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് നമുക്കൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. കാരണം ചുറ്റും എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ആണ്. നമ്മൾ എവിടെ നോക്കിയാലും എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സിന്റെ പരസ്യമാണ്, അല്ലെ? ഇങ്ങനെ പുതിയ സെന്റർ ഉണ്ട്, ഞങ്ങൾക്ക് ഇത്ര റിസൾട്ട് ഉണ്ട്, ഞങ്ങളാണ് ഇന്ന സ്ഥലത്ത് ഏറ്റവും നമ്പർ 1 ടോപ്പേഴ്സ് ഞങ്ങളാണ് എന്ന് തുടങ്ങിയ ഒരുപാട് പരസ്യങ്ങളാണ്. പക്ഷെ അതിലപ്പുറം ആരാണ് കുട്ടികളുടെ ബേസ് മുതൽ ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത്? എല്ലാവരും സ്വീകരിക്കുന്ന അഡ്മിഷൻസ്, റിപ്പീറ്റേഴ്സ് ഇങ്ങോട്ട് വരൂ, റിപ്പീറ്റേഴ്സ് ഇങ്ങോട്ട് വരൂ, സൂപ്പർ റിപ്പീറ്റേഴ്സ് ഇങ്ങോട്ട് വരൂ, നിങ്ങൾക്ക് ഒരു തവണ കൂടി എഴുതാം എന്ന് പറയുമ്പോൾ ഒറ്റ തവണ എഴുതി കിട്ടണം എന്ന് പറയാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു സ്പേസിലോട്ടാണ് XandY ലേണിംഗ് ആക്ച്വലി കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, ഇതൊക്കെ എഴുതി കിട്ടിയ ഈ ഒരു പ്രോബ്ലത്തെ കുറിച്ച് അറിയുന്ന, അതിനെ കുറിച്ച് ചിന്തിക്കുന്ന, ഓർക്കുന്ന ആളുകൾ ഒരു നോർമൽ എൻട്രൻസ് ട്യൂഷൻ ടീച്ചർ അല്ല, നേരെ മറിച്ച് ഈ എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്ത ആളുകൾ നമ്മുടെ കൂടെ വേണം. അങ്ങനെയാണ് അസീം സാറും ഷഫീർ സാറും ബാസിൽ സാറും നിയാസ് സാറും അതേപോലെ ലതീത മാമും ഒക്കെ നമ്മുടെ കൂടെ വരുന്നത്. ഒരുമിച്ച് നമ്മൾ XandY ഫൗണ്ടേഷൻ എന്നുള്ളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാണ്. അപ്പോൾ വളരെ സയന്റിഫിക് ആയ രീതിയിൽ വളരെ കുറച്ച് സമയം മാത്രം എടുത്തുകൊണ്ട്, അല്ലെ? XandY സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു പഠന രീതി എന്നുള്ളത്, നിങ്ങളുടെ ഒരു മെന്റർഷിപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത്, നിങ്ങളുടെ ക്ലാസ്സസ് എങ്ങനെയുണ്ട് എന്നുള്ളത്, അല്ലെ? അപ്പൊ ആ രീതിയിൽ വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുകയും എന്നിട്ട് നമ്മുടെ കുട്ടികളെ
IITകളിലോട്ട് പുഷ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയാ, വേൾഡിലെ ഇന്ത്യയിലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ട് പുഷ് ചെയ്യാനുള്ള കണ്ടന്റ് അവർക്ക് കൊടുക്കുകയും ചെയ്യുക. 8, 9, 10 കഴിയുമ്പോഴേക്ക് ഒരു നോർമൽ 10ാം ക്ലാസ് A+ കിട്ടുന്ന കുട്ടിയുടെ ഒരു 1.5x അല്ലെങ്കിൽ 2x രീതിയിലോട്ട് വിവരമുള്ള, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉള്ള, മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉള്ള, സയന്റിഫിക് കേപ്പബിലിറ്റീസ് ഉള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മിടുക്കരായിട്ടുള്ള കുട്ടികളെ മിടുക്കരായിട്ട് വാർത്തെടുക്കുക എന്നുള്ളതാണ് XandY ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. ഇവിടെ പഠിപ്പിക്കുന്നത് IITians ആയിട്ടുള്ള ആളുകളാണ്, NITians ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ആളുകളാണ്. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്, അല്ലെ? കാരണം അവർ ഈ വഴിയിലൂടെ കടന്നു പോയ ആളുകളാണ്. അവർ നോർമൽ ടീച്ചേഴ്സ് അല്ല. അവരാണ് വർഷങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഈ ഒരു ബുക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള. ആ ബുക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരാണ് നിങ്ങൾക്കുള്ള ടെസ്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നത്, അവരാണ് ക്ലാസ്സസ് എടുക്കുന്നത്. ഇപ്പോൾ വീക്ക്ലി തന്നെ 2 ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ബാക്കി ദിവസങ്ങളിൽ ചെറിയ ചെറിയ കണ്ടന്റ് ആയിട്ട് ഒരു വലിയ 30 മിനിറ്റ് 40 മിനിറ്റിന്റെ ക്ലാസ്സസ് ഒന്നും ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൽ കൂടാത്ത രീതിയിൽ ചെറിയ ചെറിയ ബൈറ്റ്സ് ആയിട്ട് വീഡിയോസ്, അതിനുശേഷം അതിന്റെ ഫോർമാറ്റീവ് അസസ്മെന്റ് എന്ന് തുടങ്ങി വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് XandY ഫൗണ്ടേഷൻ പ്രോഗ്രാം അതിന്റെ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇത് കേൾക്കുന്ന ഹൈസ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. IIT എന്നുള്ളത് നമ്മുടെ ഡ്രീം ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതാ ഞാൻ 12th കഴിഞ്ഞിട്ട് ആലോചിക്കാം അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്നുള്ളതല്ല. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് 10th കഴിഞ്ഞതോടുകൂടി ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ, മികച്ച സ്കൂളുകളിൽ ഓൾമോസ്റ്റ് ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. കാരണം മിടുക്കരായ നിങ്ങൾക്ക് വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, അല്ലെ? എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നത് ആരാണ്? അവിടെ പഠിക്കുന്ന മിടുക്കരല്ലാത്ത ആളുകളാണ്. മിടുക്കരായ ആളുകൾക്ക് പഠനം ഫ്രീ ആണ്. പക്ഷെ ആ മിടുക്ക് തെളിയിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നിങ്ങൾ ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകളായി നിങ്ങളെ വാർത്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് നൽകി നിങ്ങളെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ IITകളിൽ എത്തിക്കുക എന്നുള്ളതാണ് XandY ലേണിംഗ് ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം കൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾ എല്ലാവരും XandY ലേണിംഗ് പ്രോഗ്രാം നിങ്ങളൊരു IITian ആവാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാം, അല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ആണ് XandY ഫൗണ്ടേഷൻ പ്രോഗ്രാം. 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഇതിന്റെ ലിങ്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിന്റെ ഒരു വിഷൻ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഒരുമിച്ച് ഒരു അടുത്ത 4-5 വർഷങ്ങൾക്കിടയിൽ ഒരു 181 മലയാളികളിൽ നിന്ന് 1800 മലയാളികളുടെ ഒരു കമ്മ്യൂണിറ്റി IITകളിൽ ഉയർത്തണം എന്നുള്ള വലിയൊരു വിഷനാണ് XandY ലേണിംഗിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ നിങ്ങൾ IITian ആവാൻ നിങ്ങൾ ഈ പ്രായത്തിൽ ചെയ്യേണ്ടത് ഇതാണ്. വളരെ സിമ്പിളായി, വളരെ സ്ട്രക്ചേർഡായി പഠിക്കുക, നല്ല ഗൈഡൻസ് എടുക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും XandY ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉപയോഗിക്കാവുന്നതാണ്.